എസ്എഫ്ഐയുടെ വെല്ലുവിളി ഏറ്റെടുത്താണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് സർവകലാശാലയിലെത്തിയത്. വൈകിട്ടും രാത്രിയുമായി 2 തവണയാണ് എസ്എഫ്ഐക്കാർ പ്രതിഷേധിച്ചത്. സന്ദർശനത്തിന് മുന്നോടിയായി വൻ സുരക്ഷയാണ് സർവകലാശാലയിൽ ഒരുക്കിയിരിക്കുന്നത്. സർവകലാശാല സെനറ്റുകളിലേക്ക് RSSുകാരെ നിയമിച്ചെന്നാരോപിച്ചാണ് എസ്എഫ്ഐയുടെ പ്രതിഷേധം. തിരുവനന്തപുരത്ത് ഗവർണറെ കരിങ്കൊടി കാട്ടിയ എസ്എഫ്ഐക്കെതിരെ ഗവർണർ റോഡിലിറങ്ങി പ്രതികരിച്ചതും പ്രതിഷേധത്തിന് കാരണമായി. തുടർന്നാണ് ക്യാമ്പസുകളിൽ ഗവർണറെ തടയുമെന്ന നിലപാട് എസ്എഫ്ഐ സ്വീകരിക്കുന്നത്. ഈ വെല്ലുവിളി സ്വീകരിച്ചാണ് ഗവർണർ കോഴിക്കോട് സർവകലാശാലയിൽ താമസിക്കാൻ എത്തിയത്. 600ഓളം പോലീസുകാരെയാണ് ഗവർണറുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി വൈകിട്ടോടെ ഗസ്റ്റ് ഹൌസിലേക്ക് എസ്എഫ്ഐ മാർച്ച് നടത്തി. ആർഷോ അടക്കമുള്ള സംസ്ഥാന നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇത് സംഘപരിവാറിനെതിരായിട്ടുള്ള സമരമാണ്. സംഘപരിവാറിനെതിരെ സമരം ചെയ്യുന്നതിന് വേണ്ടി കേരളത്തിലെ വിദ്യാർത്ഥികളെ മുഴുവൻ അണിനിരത്തും വരുന്ന ദിവസങ്ങളിൽ ഈ പ്രതിഷേധം നിലനിൽക്കുന്നിടത്തേക്ക് അദ്ദേഹം വരിക എന്നുള്ളത് ഈ നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ്. കനത്ത സുരക്ഷയ്ക്കിടെ വൈകിട്ട് 7:45 ഗവർണർ സർവകലാശാലയിൽ എത്തിയത്. ഗസ്റ്റ് ഹൌസിന് പുറത്തെ പ്രതിഷേധത്തിനിടെയാണ് ഗവർണർ ക്യാമ്പസിനകത്തേക്ക് പ്രവേശിച്ചത്. മാധ്യമങ്ങളെ കണ്ട ഗവർണർ എസ്എഫ്ഐക്കും മുഖ്യമന്ത്രിക്കും എതിരെയുള്ള വിമർശനം ആവർത്തിച്ചു. They are all criminals. They have been hired by the chief minister. Whatever protest is there, it is sponsored by the chief minister personally. Why? He wants to divert attention. എവിടെയാണ് പ്രതിഷേധം? താനൊരു പ്രതിഷേധവും കണ്ടില്ലെന്നും ഗവർണർ പരിഹസിച്ചു. For me, I don't see any difference in this situation. As far as I am concerned, I have not seen anybody. I heard some voices, but because darkness, so I have not seen it. എസ്എഫ്ഐ സമരം ശക്തമാക്കാൻ തന്നെയാണ് തീരുമാനം. എന്നാൽ എസ്എഫ്ഐയുടെ സമരത്തെ നേരിടും എന്ന സൂചനയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നൽകുന്നത്. സലാം മുഹമ്മദിനും സാജിദ് അജ്മലിനുമൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.